മുടിയുടെ സനത് ചോദിക്കാറുണ്ട്. ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് ആ മുടിയുടെ സനത് ഇതുവരെയും പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? അത് പച്ച കള്ളം പറയുകയാണ്. മൻസൂർ കേട്ടോ സനത്? പറക്കാത്തി 3 സാക്ഷികളുടെയും 4 സീലും വെച്ചുകൊണ്ട് എനിക്ക് കൊടുത്തയച്ച സനതാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, മൻസൂർ മണ്ണാർക്കാടിൻ്റെ വലിയ കളവുകളുടെ പരമ്പര തുടരുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഈ അവസാന കാലഘട്ടം വരുമ്പോൾ ചില ആളുകൾ വരും, അവർ വല്ലാണ്ട് കളവ് പറയും. അങ്ങനെ വല്ലാതെ കളവ് പറയുന്നവരെ കുറിച്ചാണ് ദജ്ജാലൂന കദ്ദാബൂന എന്ന് പറഞ്ഞത്. ധാരാളം കളവുകൾ അവർ പറയും. ഇന്നിപ്പോൾ ഇവിടുത്തെ പുത്തൻവാദികളൊക്കെ ചെയ്യുന്നത് അത്തരത്തിലുള്ള നിരവധി കളവുകളാണ്. അങ്ങനെ ധാരാളം കളവ് പറയുന്ന ഒരു വീഡിയോ പരമ്പരകൾ ഇദ്ദേഹം ചെയ്യുന്നതിൽ വളരെ സങ്കടമുണ്ട്. ഏതായിരുന്നാലും ഇദ്ദേഹം പറയുന്ന ആദ്യത്തെ കളവ്, അഥവാ മൻസൂർ പറയുന്ന ആദ്യത്തെ കളവിലേക്ക് പോകാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അദ്ദേഹം എ പി ഉസ്താദിനെ മോശമാക്കി പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ എ പി ഉസ്താദിൻ്റെ പല വിഷയങ്ങളിലും ഇദ്ദേഹം തെറ്റിദ്ധാരണയെ തിരുത്തിയപ്പോൾ, ആ സംസാരം പോലും ഇദ്ദേഹം വിമർശനമായിട്ടാണ് കാണുന്നത്. എന്നിട്ട് പറയുന്നത് എ പി ഉസ്താദിൻ്റെ ശിഷ്യൻ, ഞാൻ ശിഷ്യനാണോ അല്ലേ എന്നുള്ളതൊക്കെ മറ്റൊരു വിഷയമാണ്. ഞാൻ എ പി ഉസ്താദിൻ്റെ ശിഷ്യനൊന്നുമല്ല. ഏതായിരുന്നാലും എ പി ഉസ്താദിൻ്റെ ശിഷ്യൻ പറയുന്നത് എ പി ഉസ്താദ് ബിസിനസ്സുകാരനാണ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇദ്ദേഹം പറയുന്ന പച്ച കളവ്. എന്തിനാണ് മൻസൂറെ ഇങ്ങനെ കളവ് പറയുന്നത്? യൂട്യൂബ് വരുമാനം ഹറാമൊന്നുമല്ല. പക്ഷേ ഇങ്ങനെ കളവ് പറഞ്ഞിട്ട് നാം അതിൽ നിന്നും സമ്പാദിക്കുമ്പോൾ അത് ഹലാലാകുമോ? അതുകൊണ്ട് നിങ്ങളെ മക്കൾക്ക് ഭക്ഷണം കൊടുത്താൽ ആ മക്കളിൽ അത് പ്രതിഫലിക്കുകയില്ലേ? ഏതായിരുന്നാലും ആ കളവിലേക്ക് നമുക്ക് പോകാം. ഒന്നാമത്തെ കളവ്. ഇനി എ പി അബൂബക്കർ മുസ്ലിയാര് അംബാനിയെ പോലെ, അദാനിയെ പോലെ, MA യൂസഫ് അലിയെ പോലെ ഒരു ബിസിനസ്സുകാരൻ മാത്രമാണ്, കേവലം ഒരു ബിസിനസ്സുകാരൻ മാത്രമാണ് എന്നുള്ളതാണ് അദ്ദേഹം ഈ വീഡിയോയിലൂടെ പറയുന്നത്. അത് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാൻ കഴിയും. എന്റെ വാക്കല്ല, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ അദ്ദേഹം അത് പറയുന്നുണ്ട്. ആദ്യമേ അത് കാണിക്കാത്തത്? അതൊരിക്കലും കാണിക്കാൻ പറ്റില്ലല്ലോ മൻസൂറെ. ഞാൻ ആ വീഡിയോയിൽ എ പി ഉസ്താദ് അംബാനിയെ പോലെ ഒരു വലിയ ബിസിനസ്സുകാരൻ മാത്രമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് തെളിയിക്കണം. നിങ്ങൾ ചെയ്യുന്നതിൽ അല്പമെങ്കിലും സത്യസന്ധതയുണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്നതിൽ വല്ല സത്യസന്ധതയുമുണ്ടെങ്കിൽ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളത് ആ ക്ലിപ്പ് ഞാൻ പറഞ്ഞ ഭാഗമെന്ന് മെൻഷൻ ചെയ്താൽ വളരെ ഉപകാരമാകും. സഹോദരന്മാരെ, അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കാം. ഇതിനു മുമ്പ് ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നൗഷാദ് അഹ്സനിയെ അദ്ദേഹം ഉപമിച്ചത്, ആദ്യം ഈനാമ്പേച്ചിയോ മരപ്പട്ടിയോ പറഞ്ഞു. മൻസൂർ അതിൽ വിഷമിക്കൊന്നും വേണ്ട. കാരണം അവിടെ വ്യക്തികളെയല്ല ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളത്. അതല്ലെങ്കിൽ മൻസൂർ മരപ്പട്ടിയാണെന്നോ, അതല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരൻ കുരുവട്ടൂർ നൗഷാദ് മരപ്പട്ടിയാണോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മറിച്ച് ഈ കൂട്ടുകെട്ട് ഇതുപോലെയുള്ള ഒരു കൂട്ടുകെട്ടാണ് എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അത് ഉദാഹരിച്ചത് താങ്കൾക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് ചുരുക്കം. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നോളജ് സിറ്റി എന്ന് പറയുന്ന വലിയൊരു സ്ഥാപനം, അവിടെ വലിയൊരു മസ്ജിദും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സ്ഥാപനം അത് അനിസ്ലാമികമാണ്, കോടികളുടെ ബിസിനസ് കേന്ദ്രമാണ് എന്നാണ് ഇപ്പൊ നൗഷാദ് ഹസനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നൗഷാദ് പറഞ്ഞിട്ടാണോ മൻസൂർ അറിയുന്നത്? മൻസൂറെ, അതൊന്ന് പോയി നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അത് പോരല്ലോ മുനീറെ. ഇനിയുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, മൻസൂർ അവിടെ, നൗഷാദ് അവിടെ ഒരു കാര്യം പറഞ്ഞു. നോളജ് സിറ്റിയിൽ വലിയ ബിസിനസ് നടക്കുന്നുണ്ട്, ബിസിനസ് കേന്ദ്രമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മൻസൂറെ, അത് അവിടെ ബിസിനസ് നടക്കുന്നുണ്ട്, അത് ഇപ്പോഴും പോയാൽ കാണാവുന്നതാണ്. മൻസൂർ അതൊന്നും നോക്കൂല. മൻസൂർ ഈ മൊബൈൽ ഇങ്ങനെ ചുരണ്ടിയിട്ട് ഏതെങ്കിലും എവിടെന്നെങ്കിലും ഒരു കാരക്കമ്പി കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ കിട്ടുന്ന കാരക്കമ്പികളൊക്കെ അത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങും. അത് ഈ പറയുന്നത് ഇത്ര തരം താഴ്ന്ന ആളാണെങ്കിലും അതൊക്കെ മൻസൂർ തൊണ്ട തൊടാതെ വിഴുങ്ങും. ഇങ്ങനെ ഒരു പ്രകൃതക്കാരനാണ് മൻസൂർ. അന്വേഷിക്കാനോ പുറത്തുപോയി അന്വേഷിക്കാനൊന്നും മൻസൂറിന് കിട്ടൂല. അതുകൊണ്ട് തന്നെ ഈ നോളജ് സിറ്റി മൻസൂർ കണ്ടിട്ടില്ല, മൻസൂർ അവിടെ വന്നിട്ടുമില്ല, അത് സന്ദർശിച്ചിട്ടുമില്ല എന്നാണ് മനസ്സിലാകുന്നത്. മൻസൂറെ, ആ പള്ളിയെ കേന്ദ്രീകരിച്ച് നിരവധി ബക്കാലകളുണ്ട്, അവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്, അവിടെയൊക്കെ ലക്ഷങ്ങളുടെ ബിസിനസ് നടക്കുന്നുണ്ട്. അതുപോലെ അവിടെ വലിയ വലിയ ഹോട്ടലുകളുണ്ട്, അവിടെ ഫ്ലാറ്റുകളുണ്ട്, അവിടെ ഹോസ്പിറ്റലുകളുണ്ട്, ഇവിടെയൊക്കെ വലിയ വലിയ ബിസിനസ് നടക്കുന്നുണ്ട്. ഇതെന്താ മൻസൂറിന് മനസ്സിലാകാത്തത്? ഇതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് നൗഷാദ് പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാം നോളജ് സിറ്റിയിൽ വലിയ ബിസിനസ്സിനുള്ള സാധ്യതകളുണ്ട്. ഹലാലായ നിലയ്ക്ക് അവിടെ വരുമാനം തേടാനുള്ള മാർഗങ്ങൾ അവിടെ തുറന്നിട്ടിരിക്കുകയാണ്. എല്ലാവർക്കും അവിടെ ബിസിനസ് ചെയ്യാം. ഇത് പരസ്യമായിട്ട് തന്നെ അവർ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ. മൻസൂർ എന്തിനാണ് ഈ നൗഷാദിൻ്റെ വാക്കുകൾ മാത്രം എടുത്തു പറയുന്നത്? ഇതെല്ലാവർക്കും അറിയുന്ന വിഷയമല്ലേ.
ഇത് ഞാൻ പറഞ്ഞപ്പോൾ ഇത് വളരെ വ്യക്തമാണ് അവിടെ. എന്നിട്ട് മൻസൂർ ഇനി അതിന് മറുപടി കൊടുക്കുകയാണ്. അങ്ങനെ നൗഷാദിൻ്റെ അവിടെ പോയി കണ്ടാലും പോരല്ലോ, ഈ പള്ളി ഉണ്ടായ കഥയൊക്കെ പറഞ്ഞ് വേറെ ഏതൊക്കെയോ ലോകത്തേക്കാണ് മൻസൂർ പോകുന്നത്. പറയുന്ന കാര്യങ്ങളിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ഒരു വ്യക്തത വരുത്തി സംസാരിക്കണ്ടേ? അതല്ലേ മൻസൂറെ മാന്യത. പക്ഷേ ആ സ്ഥാപനം വരുന്നത് എങ്ങനെയാണ്, അതിന്റെ ചരിത്രം എന്താണ്, അതിൻ്റെ ചരിത്രം എന്താണെന്നൊക്കെ വിശദമായി കഴിഞ്ഞുപോയ കാലങ്ങളിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ കേൾക്കാവുന്നതാണ്, പത്രങ്ങളിലൂടെയായിട്ടും. ഇനി പോകട്ടെ, അതിൻ്റെയൊക്കെ വ്യക്തമായ ചരിത്രം ഇൻഷാ അള്ളാഹ് വിശ്വാസപൂർവ്വം എന്ന് പറയുന്ന AP ഉസ്താദിന്റെ ജീവചരിത്രത്തിൽ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഷഹറെ മുബാറക്കി എന്ന പേരില് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശം കൊണ്ടുവന്നുകൊണ്ട് ആ തിരുകേശം സ്ഥാപിക്കുവാൻ വേണ്ടി ഒരു വലിയ പള്ളി നിർമ്മിക്കുന്നു. അപ്പൊ മൻസൂർ AP ഉസ്താദിന്റെ കയ്യിലുള്ളത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശമാണെന്ന് മൻസൂർ സമ്മതിച്ചു. അതുകൊണ്ടാണല്ലോ മൻസൂർ ഇത് പറഞ്ഞത്. പിന്നെ മൻസൂറിന്റെ പ്രശ്നം എന്താണെന്നാണ് മനസ്സിലാകുന്നത്. ഇത് AP ഉസ്താദിന്റെ കയ്യിലുള്ള ഹബീബായ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട അവിടുത്തെ ഷാറ്, അവിടുത്തെ ആ കേശം, ആ കേശത്തിന് ഷാറ് മുബാറക്ക് എന്ന് പേര് പറഞ്ഞതാണ് പ്രശ്നമെങ്കിൽ മൻസൂറെ, ഷാറ് മുബാറക്ക് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മലയാളത്തിന്റെ അറബി പദമാണ് മൻസൂറെ ഷാറ് മുബാറക്ക് എന്നുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ കയ്യിൽ നിന്നും 1000 രൂപ വെച്ച് വാങ്ങുകയും അതിനുശേഷം അത് തികയാതെ വന്ന സാഹചര്യത്തിൽ ഒരു മുസല്ലക്കണക്ക് പറഞ്ഞ് മുസല്ലക്ക് ഇത്ര എന്ന് പറഞ്ഞു. മൻസൂറെ, ഇനി നിങ്ങൾ ഈ കാട് കയറുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയും ഇതും ഈ പറയുന്ന വിഷയവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കാരണം ഇത് വേറെ പരാമർശമാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ എന്തേ പരാമർശമുള്ളൂ? ആകെ ബിസിനസ് നടക്കുന്ന കേന്ദ്രമാണെന്ന് ആര് പറഞ്ഞു? നിങ്ങളുടെ നൗഷാദ് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് നൗഷാദ് പറയേണ്ട കാര്യമൊന്നുമില്ല, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി നോക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു അത് പോരാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാട് കയറുകയാണ്. ഇത് കഴിഞ്ഞു പോയ വീഡിയോയുമായിട്ട് ബന്ധമൊന്നുമില്ല. എന്തായാലും നിങ്ങൾ പറഞ്ഞോളൂ. ആളുകളുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ചില ആളുകള് നിങ്ങൾക്ക് നൽകിയ സംഭാവനകളുടെയും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളുടെ ഭാഗമായിക്കൊണ്ട് അവിടെ ഒരു ഷഹറെ മുബാറക്ക് എന്ന പേരിലാണ് പള്ളി നിർമ്മിക്കാൻ പോയിരുന്നത്. എന്നാൽ അത് അവസാനിച്ചതിന്റെ കാരണമെന്ത്? എവിടെ അവസാനിച്ചു മൻസൂറെ? ഞാൻ പറയുന്നു, നിങ്ങൾ കൈതപ്പോയിലേക്ക് എത്താൻ പറ്റുന്ന മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൈതപ്പോയിൽ ബസ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു അല്പം നടക്കുക, അല്ലെങ്കിൽ ഓട്ടോ വിളിച്ചാൽ മതി. അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് മർക്കസ് നോളജ് സിറ്റിയിലേക്ക് ഒന്ന് പോകണമെന്ന് പറഞ്ഞാൽ ആരും കാണിച്ചു തരും. അങ്ങനെ ഒന്ന് പോയി അവിടെയൊക്കെ ഒന്ന് കണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ മനോഹരമായ ഒരു പള്ളി അവിടെയുണ്ട്. അത് തന്നെയാണ് വിശ്വാസികളിൽ നിന്ന് പിരിച്ച് കറകളഞ്ഞ ഒരു വിശ്വാസി കയറ്റിയ പള്ളി. നിങ്ങൾക്ക് കുളിർക്കെ അവിടെ കാണാൻ സാധിക്കും മൻസൂറെ. ഒന്ന് പോയി നോക്ക് മൻസൂറെ, വിമർശിക്കുന്ന നേരം. ഷഹറെ മുബാറക്ക് മുടിയിട്ട വെള്ളം കൊടുത്തിരുന്നു. ആ വെള്ളം കൊടുക്കൽ നിർത്തിയത് എന്തുകൊണ്ട്? അല്ല, മൻസൂറിന് മുടിയിട്ട വെള്ളം വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ തരാം. ഇനി അതല്ല, മൻസൂർ ഇതിന്റെ പേരിൽ വിഷമമാണെങ്കിൽ മൻസൂറെ നിർത്തിയിട്ടൊന്നുമില്ല, അത് ഇന്നും നടക്കുന്നുണ്ട്. എപ്പോൾ? റബിയുൽ അവ്വലിൽ തബറുക്കിന് വേണ്ടി കൊടുക്കുന്നതായിട്ട് അനൗൺസ് ചെയ്യാറുണ്ട്. അതിന് വിശ്വാസികൾ പോയി വാങ്ങാറുമുണ്ട്, തറക്കത്ത് എടുക്കാറുമുണ്ട്. ഇനി മൻസൂറിന് അങ്ങനെ ഒന്ന് വേണമെങ്കിൽ അത് ഇൻഷാ അള്ളാ ഞാനത് ഏർപ്പാടുണ്ടാക്കി തരാം. അദ്ദേഹത്തിന്റെ ജീവചരിത്രം ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ വിഷയം കൂടുതൽ ഇവിടെ പറയുന്നില്ല. ഇത് സംബന്ധമായിട്ടൊരു വീഡിയോ വരാനുണ്ട്. ഈ വിഷയം ഇനി ഇവിടെ പറയാനും പറ്റൂല, അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. കാരണം മൻസൂർ ആ പുസ്തകം കണ്ടിട്ടില്ല. സത്യസന്ധമായിട്ട് പറയും മൻസൂറെ, നിങ്ങൾ ആ പുസ്തകം കാണാതെയാണ് നിങ്ങൾ ആക്ഷേപിക്കുന്നത്. മൻസൂർ ആ പുസ്തകത്തിന്റെ ചട്ട പോലും കണ്ടിട്ടില്ല, എന്നിട്ടാണ് മൻസൂർ ആക്ഷേപിക്കാൻ വരുന്നത്. മൻസൂർ ഈ പറഞ്ഞതുപോലെ മൻസൂറിൻ്റെ നൗഷാദ് എന്താ പറയുന്നത് അത് കേട്ടിട്ട് അതിങ്ങനെ മാന്തിയെടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞു, മൻസൂർ നൗഷാദിൻ്റെ കൂട്ടുപിടിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അത് മൻസൂറിന് വല്ലാണ്ട് ദേഷ്യപ്പെട്ടു. കാരണം എന്താ, ഇനി വരാനിരിക്കുന്ന വീഡിയോ ഒക്കെ ആ നൗഷാദിനുമായി ചുറ്റിപ്പറ്റിയിട്ടുള്ള. കാരണം നൗഷാദ് ഇപ്പോഴാണല്ലോ AP ഉസ്താദിന് കുറ്റം പറയൽ തുടങ്ങിയത്. അപ്പം അതുകൊണ്ട് ഇനി ഒരുപാട് ദിവസത്തെ കൂട്ടുകെട്ട് മൻസൂറിന് നൗഷാദ് തന്നെ ആയിരിക്കുമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ആ കൂട്ടുകെട്ടിനെ ഞാൻ ഉപമിച്ചപ്പോൾ മൻസൂറിന് അത് വല്ലാണ്ട് ദേഷ്യം പിടിച്ചു. അതാണ് സത്യം. ഏതായാലും ആ ഒരു കാര്യം കൂടി പറയാം. അദ്ദേഹത്തിന്റെ ജീവചരിത്രം ഇറങ്ങിയപ്പോ അതില് അദ്ദേഹത്തിന് അവാർഡുകളായിട്ടും മെഡലുകളായിട്ടും ബഹുമതികളായിട്ടും ലഭിച്ചതെല്ലാം ഈ അവസാന കാലത്ത് വരെ ലഭിച്ചതും അതിൽ ചേർത്തിട്ടുണ്ട്. ഉണ്ടോ മൻസൂറെ? അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് കാണിക്കണം. നിങ്ങൾ അതൊന്ന് ഇവിടെ കൊടുക്കാമായിരുന്നു, നിങ്ങൾ കണ്ടത് കൊടുക്കാമായിരുന്നു. അത് കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞോട്ടെ. എന്തുകൊണ്ടാണ് കൂടുതൽ ഉത്തമമാണ്, ഹുർമത്തുണ്ട് എന്ന് പറയുന്ന അല്ലെ? നിങ്ങൾ അങ്ങനെയാണല്ലോ പറഞ്ഞത്. അതെ, ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഞങ്ങൾ മാത്രമല്ല, മൻസൂറിന്റെ നൗഷാദും അങ്ങനെ തന്നെയാണ് പറയുന്നത്.
ഏറ്റവും ഹുർമത്തുള്ളത് എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇവിടെ പറയാൻ പറ്റുമോ മൻസൂറെ? തിരുകേശമാണെങ്കിൽ അതിന് ഈ ലോകത്ത് ലഭിക്കുന്ന ഏതൊരു പുരസ്കാരത്തെക്കാളും ഹുർമത്തുണ്ടല്ലോ. ഉണ്ടല്ലോ, അതെ. ഏറ്റവും ഈ പറയുന്ന ഈ ലോകത്ത് ലഭിക്കുന്ന ഏറ്റവും വലിയ പുരസ്കാരത്തെക്കാൾ ഹുർമത്തുള്ളതാണ് ഹബീബായ തങ്ങളുടെ ആസാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിവിടെ പറയാൻ പറ്റൂലല്ലോ മൻസൂറെ. അത് ഇനി ഇൻഷാ അള്ളാഹ് അടുത്ത ലക്കത്തിൽ പറയും. ഇത് തന്നെയാണ് അതിൻ്റെ ആമുഖത്തിലും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ. ഇനി മൻസൂറെ, ആ പുസ്തകം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ ചോദ്യം ഇവിടെ പറയില്ല. അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ നൗഷാദിനൊക്കെ എത്രയെത്ര ഉസ്താദുമാർ അതിന് മറുപടി കൊടുത്തു, അതെങ്കിലും ഒന്ന് കാണാമായിരുന്നില്ലേ? അതിൻ്റെ തുടക്കത്തിൽ ഫ്രണ്ട് പേജ് തന്നെ ഇതാ, ഞാൻ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്കത് പൗസ് ചെയ്ത് വായിക്കാവുന്നതാണ്. വളരെ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട്. ഇത് മർക്കസ് ഉണ്ടാക്കുന്നത് വരെയുള്ള കഥകളെ ഇവിടെ പറയുന്നുള്ളൂ. ഇത് നൗഷാദിൻ്റെ ജീവിതം പറയല്ല, അതല്ലെങ്കിൽ മൻസൂറെ നിന്റെ കുരുവട്ടൂർ ഷെയ്ഖിൻ്റെ ജീവിതം പറയുകയല്ല, അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം പറയുകയല്ല. ഇത് വലിയൊരു യുഗപുരുഷൻ്റെ ഒരു ജീവിത ചരിത്രമാണ് ഇവിടെ പറയുന്നത്. അത് കേവലം ഒരു 400 പേജിൻ്റെ ഉള്ളിൽ ഒതുക്കാവുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇനിയും വരാനിരിക്കുന്നുണ്ട്, പുസ്തകം ഇറങ്ങാനിരിക്കുന്നുണ്ട്. മൻസൂർ ഒന്ന് കാത്തിരിക്കും മൻസൂറെ, അതിലെല്ലാം വിശദമായി പറയും. വെള്ളം സുലഭമായിട്ട് ലഭിച്ചിരുന്നല്ലോ, എന്തുകൊണ്ടാണ് അത് നിർത്തിയത്? അപ്പോൾ മൻസൂറിന്റെ വിഷമമാണ്. സുലഭമായി മൻസൂറിന് ലഭിച്ചിരുന്നു. അപ്പോൾ ഇനി അത് ലഭിക്കാത്ത വിഷമമാണെങ്കിൽ മൻസൂറെ, അത് റബിയുൽ അവലിൽ മൻസൂർ മർക്കസിലേക്ക് വന്നാൽ മതി, അവിടെ നിന്ന് ലഭിക്കാവുന്നതാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആളുകൾക്ക് അതിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു? ഒരിക്കലുമല്ല. ഒരിക്കലും ഞങ്ങളുടെ നേതാക്കളെ ഒരു തരത്തിലും ഞങ്ങൾക്ക് അവിശ്വാസമില്ല. അതേപോലെ എവിടെയാണ് സനത് എന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്. എന്താ നിങ്ങൾ മുടിയിട്ട വെള്ളം കൊടുക്കാത്തത്? ആ മുടി എവിടെ? മൻസൂർ വീട്ടിനുള്ളിൽ കയറിയിട്ട് മൊബൈലിൽ നിന്ന് ക്യാമറ ഓൺ ആക്കിയിട്ട് എവിടെ എന്ന് ചോദിച്ചാൽ അത് അവിടെ വീട്ടിൽ വന്നുകൊണ്ട് കാണിക്കാൻ പറ്റൂലല്ലോ. മൻസൂർ പുറത്തേക്ക് ഇറങ്ങി മൻസൂർ മർക്കസിലേക്ക് വാ. അത്ര ധൈര്യം ഉണ്ടെങ്കിൽ മൻസൂർ മർക്കസിലേക്ക് വന്നിട്ട് ഈ ചോദ്യം ചോദിക്ക്, നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. എന്താ മൻസൂറിന് പേടി? സത്യം പുറത്തേക്ക് വരുമെന്ന് പേടിയാണോ? മൻസൂർ വാ മൻസൂർ മർക്കസിലേക്ക് വാ, നോളജ് സിറ്റിയൊക്കെ ഒന്ന് കാണാൻ വാ, എന്നിട്ട് വിമർശിക്ക്. ഈ വിമർശനങ്ങൾക്കൊന്നും യാതൊരു കഴമ്പുമില്ല എന്ന് നിങ്ങൾക്കൊന്ന് ബോധ്യപ്പെടാൻ നിങ്ങൾ അതെങ്കിലും ഒന്ന് ചെയ്യ മൻസൂറെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ആ വീഡിയോയില് വ്യക്തമായിട്ട് ചോദിക്കുന്നതുകൊണ്ട് ഇവിടെ വിശദീകരിക്കപ്പെടുന്നില്ല. ഇനി വരാനിരിക്കുന്ന വീഡിയോക്ക് വ്യക്തമായിട്ട് ഇവിടുന്ന് തന്നെ മറുപടി പറയുകയാണ്. അതുകൊണ്ട് മൻസൂറെ വല്ലാണ്ട് വിഷമിക്കണ്ട, അത് ഇവിടുന്ന് തന്നെ ഈ മറുപടിയും ആ വീഡിയോക്കുള്ള മറുപടിയായിട്ട് കൂട്ടിയാൽ മതി. നിങ്ങൾ പറയും. അടുത്ത ഘട്ടം എന്താണെന്ന് പറഞ്ഞാൽ, മൻസൂർ അറിയാതെ നൗഷാദ് കാന്തൂർ ഉസ്താദിൻ്റെ AP ഉസ്താദിൻ്റെ ശിഷ്യനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, തിരുത്തി, അദ്ദേഹം തെറ്റ് പറ്റിയതാണ്, ഞാൻ തിരുത്തി, അങ്ങനെ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ മൻസൂർ ഇനി തെറ്റ് തിരുത്തിയണല്ലോ, അപ്പോൾ തെറ്റെല്ലാവർക്കും ബോധ്യപ്പെട്ടു. അപ്പോൾ മൻസൂർ ഇനി അതിനെ ഗണ്ണിക്കുകയാണ്. അത് ഒന്നുകൂടെ വഷളായിപ്പോയി, അതിലേക്കാണ് കിടക്കുന്നത്. അപ്പോ ഞാൻ AP ഉസ്താദിന്റെ ശിഷ്യനാണ് നൗഷാദ് ഹസനി എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റൊന്നുമല്ല മുനീർ മുസ്ലിയാരെ. തെറ്റ് തന്നെയാണ് മൻസൂറെ. കുരുവട്ടൂർ നൗഷാദ് AP ഉസ്താദിന്റെ ശിഷ്യനല്ലാന്ന്. മൻസൂറെ, നൗഷാദ് പോലും അംഗീകരിക്കുന്ന സത്യം മൻസൂറിനെന്താ അംഗീകരിക്കാൻ മടി? AP അബൂബക്കർ മുസ്ലിയാര് EK അബൂബക്കർ മുസ്ലിയാരുടെ ശിഷ്യനാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ അപ്പൊ ഇനി പറഞ്ഞു പോകുന്നത് എന്താണെന്നറിയോ? ഇനി ഇദ്ദേഹം പറഞ്ഞു വരുന്നത് AP ഉസ്താദിന്റെ ശിഷ്യനാണ് ശൈഖുന റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് എന്നാണ് ഇയാൾ പറഞ്ഞു വരുന്ന പച്ചപ്പോയത്വം. AP അബൂബക്കർ മുസ്ലിയാരുടെ ഉസ്താദ് OK ഉസ്താദാണ്. OK ഉസ്താദിന്റെ ഉസ്താദാണ് EK ഉസ്താദ്. ഇനി അതൊക്കെ പോട്ടെ, ഇമാമുന ഷാഫി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് നവവി ഇമാം എന്ന് പറയാറുണ്ട്. എന്നാൽ എന്ത് സഫാഹത്താണ് മൻസൂറെ. ഞാനൊരു ഓമന പേര് വിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത്രയും സഫീഹാണോ നിങ്ങൾ? എന്താ മൻസൂറെ ഇതൊക്കെ? ആരെങ്കിലും ഇവിടെ ഷാഫി ഇമാമിന്റെ ശിഷ്യനാണ് ഇമാം നവവി റഹിമഹുല്ല എന്ന് ആരെങ്കിലും പറയാറുണ്ടോ മൻസൂറെ? എന്താണ് നിങ്ങൾ ഈ പറയുന്നത് മൻസൂറെ? ഇങ്ങനെ വിഡ്ഢിയാകണോ മൻസൂറെ? എന്നാൽ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി റഹിമഹുല്ല അദ്ദേഹം ജനിച്ച് ജീവിച്ച് വഫാത്തായി പിന്നീട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് ഇമാം യഹ്യ ബിൻ ഷറഫുദ്ദീൻ നവവി. ഷറഫുദ്ദീൻ നവവി അങ്ങനെയാണോ മൻസൂർ പേര്? അങ്ങനെയാണോ? ഭയങ്കര പണ്ഡിതനാണല്ലോ മൻസൂർ. ജനിക്കുന്നതും ജീവിക്കുന്നതും വഫാത്താവുന്നതും. പക്ഷെ നമ്മളൊക്കെ പറയാറുണ്ട്. മൻസൂറൊക്കെ പറയാറുള്ളൂ, നമ്മളാരും പറയാറില്ല. മൻസൂർ പറയുന്ന കാര്യമാണ്, അത് നമ്മളെ ബാധകല്ല. ഇമാം ഷാഫിയുടെ ശിഷ്യനാണ് ഇമാം നവവി എന്ന് അത് മൻസൂറേ പറയുള്ളൂ, വേറെ ഞങ്ങളാരും പറയാറില്ല. അതുപോലെ തന്നെ ഇമാം റാഫിയും അവരുടെ പരമ്പരയിലുണ്ട്. അത് ശരിയാണ്, ഞങ്ങളെ പരമ്പരയിൽ അങ്ങനെയുണ്ട്. ഞങ്ങളുടെ ഉസ്താദുമാരുടെ ഉസ്താദ്
അങ്ങനെ ഷാഫി ഇമാമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമൊക്കെ ഞങ്ങളുടെ ഇൽമിൻ്റെ പരമ്പരയിലുള്ള ഉസ്താദുമാരാണ് എന്ന് കരുതിയിട്ട് അവരുടെ ശിഷ്യന്മാരാണ് ഞങ്ങളെന്ന് എങ്ങനെ പറയാറ്? അത് കളവാവൂലേ? എന്താ മൻസൂർ ഈ പറയുന്നത്? ഇമാമുന ഷാഫിഈ റഹിമഹുല്ലാ വഫാത്തായിട്ട് ജനിച്ച ഒരു മഹാൻ എങ്ങനെയാണ് ഷാഫി ഇമാമിൻ്റെ ശിഷ്യനാകുന്നത്? അത് മനസ്സിലാകുന്നില്ല. എന്തൊക്കെയോ മൻസൂർ പറയുന്നു. പോട്ടെ. ഇനി അല്ലെങ്കിൽ സുലൈമാൻ മുസ്ലിയാർ അപ്പൊ അല്ലെങ്കിൽ അപ്പൊ അത് പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇനി അല്ലെങ്കിൽ അത് ഞാണെങ്കിലും അല്ലെങ്കിലും മൂപ്പർക്ക് കുഴപ്പമൊന്നുമില്ല, മൂപ്പർ എന്തെങ്കിലുമൊക്കെ പറയും. ഇനി അടുത്ത പറയാൻ പോകുന്നത് ഷെയ്ഖുന റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് AP ഉസ്താദിന്റെ ശിഷ്യനാണ് പോൽ. ആ സഫാഹത്ത് ഒന്ന് കേട്ടു നോക്കൂ. സുലൈമാൻ മുസ്ലിയാര് AP ഉസ്താദിന്റെ ശിഷ്യനാണ്. ഈ സുലൈമാൻ മുസ്ലിയാരെ ശിഷ്യനാണ് നൗഷാദ് ഹസനി. ഭയങ്കര കണ്ടുപിടുത്തം. മൻസൂറെ സമ്മതിച്ചിരിക്കുന്നു. നിങ്ങളെ സഫാഹത്തിന്റെ ഐന് തന്നെയാണ് നിങ്ങൾ എന്ന് നിങ്ങൾ തെളിയിച്ചിരിക്കുന്നു. എൻ്റെ കയ്യിലിരിക്കുന്നത് ഇത് തലമുറകളുടെ ഗുരുസാഗരം എന്ന് പറയുന്ന ശൈഖുന ബഹറുൽ ഉലൂമിൻ്റെ ശിഷ്യ കൂട്ടായ്മയാകുന്ന റാബിത്തത്തു തലാമിദി ബഹറുൽ ഉലൂം എന്ന് പറയുന്ന വളരെ അവിടുത്തെ ശിഷ്യന്മാരും മക്കളുമൊക്കെ അടങ്ങുന്ന ഒരു സംഘടനയാണ്. അവർ ഔദ്യോഗികമായി ഉസ്താദിനെ കുറിച്ചിറക്കിയ ഷെയ്ഖുനയെക്കുറിച്ചിറക്കിയ ഒരു പുസ്തകമാണിത്. പരമ്പരകളുടെ ഗുരുസാഗരം. മൻസൂറിന് വേണമെങ്കിൽ ഇഹ്യാഉ സുന്നയിൽ പോയാൽ അത് ലഭ്യമാണ്. ഇതിൽ മഹാനവറുകളുടെ ശിഷ്യന്മാരെയും ഉസ്താദുമാരെയും ഒക്കെ വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ 216-ാമത്തെ പേജിൽ പ്രധാന ശിഷ്യന്മാരെ എണ്ണിക്കൊണ്ട് പറയുന്നത് ഒന്നാമത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അഥവാ AP ഉസ്താദിനെയാണ്. അത് രണ്ടാമതായി പറയുന്നത് ഈ സുലൈമാൻ മുസ്ലിയാർ അഥവാ ഷെയ്ഖുന റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദിനെ കുറിച്ചാണ് രണ്ടാമതായി പറയുന്നത്. ഇങ്ങനെ ഇത് രേഖയാണ്. ഇത് അവിടുത്തെ ശിഷ്യ പരമ്പരയുടെ രേഖയാണ്. അപ്പം മൻസൂറെ ഞാൻ വീണ്ടും നിങ്ങളെ വെല്ലുവിളിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഈ കാര്യം നിങ്ങൾ തെളിയിക്കണം. അതിപ്പോ അത്ര വലിയൊരു തെറ്റായിട്ട് നിങ്ങൾ കാണുമൊന്നും വേണ്ട. തെറ്റന്നല്ലേ? ഇല്ലാത്തത് പറഞ്ഞാൽ അത് തെറ്റന്നല്ലേ? ആ തെറ്റല്ലേ ഞങ്ങൾ ഉണർത്തിയത്? ആ തെറ്റെന്താ? മൻസൂറിന് തെറ്റ് അംഗീകരിക്കാൻ എന്താ ഇത്ര മടി? ഇനി അല്ലാന്ന് തന്നെ വെക്കുക. അപ്പൊ ഇനി അതും അല്ലാന്ന് വെച്ചാൽ മതി. മൂപ്പരെന്തൊക്കെയോ പറയും. നേരത്തെ പറഞ്ഞതുപോലെ മൂപ്പരെന്തൊക്കെയോ പറയും. എന്നിട്ട് അത് അല്ലാന്ന് വെച്ചാൽ മതി. ഇനി അല്ലാന്ന് വെക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പരെ പണി മൂപ്പരെടുക്കും. പിന്നെ ഉസ്താദുമാരെ അംഗീകരിച്ചില്ല, അനുസരിച്ചില്ല എന്നുള്ളതാണ്. അതും ഒരു വിഷയമായിട്ട് വരുന്നതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. എന്നാലും പറയും മൻസൂറെ, ഇവിടെ തന്നെ അത് പറഞ്ഞു പോകാം. അല്ലാതെ മൻസൂറിന്റെ ഇനി 30 മിനിറ്റ് സഫാത്തൊക്കെ കേൾക്കാൻ നിൽക്കുന്നത് സമയം നമുക്ക് വേറെയും പണിയുണ്ട് മൻസൂറെ. എങ്കിലും പറയട്ടെ, EK അബൂബക്കർ മുസ്ലിയാരുടെ ശിഷ്യനായ OK ഉസ്താദിന്റെ ശിഷ്യനായ AP അബൂബക്കർ മുസ്ലിയാരെ കാന്തപുരം, അദ്ദേഹം EK അബൂബക്കർ മുസ്ലിയാരെ അംഗീകരിച്ചിരുന്നോ? AP ഉസ്താദും EK ഉസ്താദും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലല്ലോ. ആദർശപരമായിട്ട് അവർ യാതൊരു പ്രയാസവുമില്ല, പ്രശ്നവുമില്ല. പിന്നെ മൻസൂറിന് എന്താ പ്രശ്നം? അദ്ദേഹത്തെ അഹ്സനി എന്ന് പറയാൻ പാടില്ല എന്നുള്ളത് അത് താങ്കൾ എങ്ങനെയാണ് പറയുക? മൻസൂറെ പറയാൻ പാടില്ല അയാൾ തന്നെയാണ് പറഞ്ഞത്. എന്താ മൻസൂറെ ഇതൊന്നും മനസ്സിലാക്കാത്തത്? എന്നിട്ട് പറ നൗഷാദ് ഹസനി ഇതാ പറയുന്നു, നീ ഹസനി എന്ന് പറയുന്ന വിട്ടാളി, ഞങ്ങൾ അവിടെ നിന്ന് വിട്ടിട്ട് കാലം കുറയായി, നിങ്ങൾ ആ പേരുമരൊന്നും കഥണ്ട് എന്നുള്ള ജീവിതമൊക്കെ ഞങ്ങൾ മാറിപ്പോയിട്ടുണ്ട്. മൻസൂറെ ഇയാൾ പറഞ്ഞതാണ് എന്നെ അങ്ങനെ വിളിക്കണ്ടെന്ന്. പിന്നെയും എന്തിനാ നിങ്ങളത് വിളിക്കുന്നത്? ഇപ്പോ കൂറ്റമ്പാറ ഉസ്താദ് ഉണ്ട്, അദ്ദേഹം ദാരിമിയല്ലേ? അദ്ദേഹത്തെ എപ്പോഴും മറ്റൊരു ഭാഗത്തു നിന്ന് വന്നിട്ട് നന്ദിദാറുസലാമിൽ നിന്ന് പഠിച്ചിട്ട് പിന്നീട് നിങ്ങളുടെ ഒപ്പം എത്തിയപ്പോ ആ ദാരിമി ബിരുദം കളഞ്ഞിട്ടില്ലല്ലോ. ദാരിമി ഉസ്താദിനെയും അതുപോലെ നൗഷാദിനെയാണോ നിങ്ങൾ താരതമ്യം ചെയ്യുന്നത്? അല്ല, നല്ല താരതമ്യം തന്നെ മൻസൂർ. അവർ തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട്. മൻസൂറെ നൗഷാദ് എന്ന് പറയുന്ന വ്യക്തിയെ പോലെയല്ല ഈ കൂറ്റമ്പാറ ഉസ്താദ്. നിങ്ങൾ മനസ്സിലാക്കണം. കൂറ്റമ്പാറ ഉസ്താദിന് അദ്ദേഹത്തിൻ്റെ ഉസ്താദുമാരോടുമായിട്ട് നല്ല ബഹുമാനവും ആദരവുമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ നിന്ന് പോന്നിട്ടും അദ്ദേഹം എന്നെ നിങ്ങൾ ദാരിമി എന്ന് വിളിക്കേണ്ടെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. മൻസൂറിന് അത് തെളിയിക്കാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തിന് ദാരിമി എന്ന് ധൈര്യമായിട്ട് വിളിക്കാം. മറിച്ച് മൻസൂറിൻ്റെ നൗഷാദ് അങ്ങനെയല്ല. മൻസൂറിൻ്റെ നൗഷാദ് പറഞ്ഞത് എന്താ? എന്നെ ഇനി ഹസനി എന്ന് വിളിക്കണ്ട എന്ന് അദ്ദേഹം വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അതെന്താ മൻസൂറിന് അംഗീകരിക്കാൻ വേണ്ടിയിട്ടില്ലല്ലോ. അതുപോലെ തന്നെ സി മുഹമ്മദ് ഫൈസി, അദ്ദേഹം AP അബൂബക്കർ മുസ്ലിയാരുടെ മരുമകനല്ലേ? അദ്ദേഹം ജാമ്യയിൽ നിന്ന് ഫൈസി ബിരുദം എടുത്ത ആളല്ലേ? നിങ്ങളുടെ കൂട്ടത്തിൽ വന്നിട്ട് അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ സക്കാഫി ബിരുദം എടുക്കായിരുന്നല്ലോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബിരുദം എടുക്കായിരുന്നല്ലോ. അദ്ദേഹം പട്ടിക്കാട് ജാമ്യയിൽ നിന്ന് എടുത്തിട്ടുള്ള ഫൈസി ബിരുദം തന്നെയല്ലേ ഇപ്പോ
മർക്കസിന്റെ മാനേജറായി തുടരുമ്പോഴും ആ പേര് തന്നെയല്ലേ ഉപയോഗിച്ചിരുന്നത്. അപ്പോ അതൊന്നും വലിയൊരു സംഭവമായിട്ട് നിങ്ങൾ കാണേണ്ടതില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ വ്യത്യാസം മനസ്സിലാക്കാമല്ലോ. ഇവരുടെ പഠിപ്പിച്ച ഉസ്താദ്മാരോട് ഒരു സ്നേഹവും ആദരവും അനുസരണയും ഉണ്ട്. മൻസൂറിന്റെ നൗഷാദിന് അങ്ങനെയല്ല മൻസൂറെ. നൗഷാദ് ഹസനിയും ഞാനും അദ്ദേഹത്തിന്റെ ആദർശവും എന്റെ ആദർശവും രണ്ടാണ്. അദ്ദേഹത്തിന്റെ ആദർശവുമായിട്ട് എനിക്ക് ഒരിക്കലും യോജിച്ചു പോകാൻ കഴിയില്ല. മൻസൂറിന്റെ ആദർശം എന്താണ് എന്നുള്ളത് ഇവിടെ വ്യക്തമായി. മൻസൂറിന്റെ ആദർശം AP ഉസ്താദിനെ വിമർശിക്കുന്നവരൊക്കെ മൻസൂറിന്റെ മിത്രങ്ങളാകുന്ന ആദർശമാണ് മൻസൂറിന്റെ ആദർശമെന്ന് മനസ്സിലായി. ഈ ആദർശം തന്നെയല്ലേ മൻസൂറെ ഞാൻ നേരത്തെ പറഞ്ഞത്. ആരെങ്കിലും AP ഉസ്താദിനെയോ അവിടുത്തെ അനുയായികളോ ആരെങ്കിലും വിമർശിക്കുന്നുണ്ടെങ്കിൽ അതൊരു തുറന്നു പറച്ചിലും സത്യം പറച്ചിലുമൊക്കെ ആയിട്ട് നിങ്ങൾ അവതരിപ്പിക്കുന്നു. അതിൻ്റെ പിന്നിൽ നിങ്ങളുടെ വിശ്വാസത്തിനോട് എതിരായ നൗഷാദാണെങ്കിലും അതൊന്നും നിങ്ങൾക്കൊരു പ്രശ്നമല്ല. എത്ര വലിയ തരം താഴ്ന്ന ആളാണെങ്കിലും അത് മൻസൂറിനൊരു പ്രശ്നമല്ല. ഇതാണ് മൻസൂറിന്റെ ആദർശം. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് തന്നെയാണ് എല്ലാ പുത്തൻവാദികളും പറയാറുള്ളത്. അവരൊക്കെ തൗഹീദിന്റെ ആളുകളാണെന്ന് പറഞ്ഞിട്ടാണ് വരാറ്. അപ്പോ ഇസ്തിഗാസ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്, അതൊന്നും ഇവിടേക്ക് കൊണ്ടുവരുന്നില്ല. അപ്പൊ അവന് ഇവന് എന്നുള്ളതൊക്കെ നിങ്ങൾ പറയുമ്പോ സർഫുൻ നഹ്വും അതുപോലെ തന്നെ ഫത്വൽ. ഇനി മൻസൂർ നൗഷാദിനെ അവൻ എന്ന് വിളിച്ച് പ്രയോഗിച്ചിട്ടുണ്ട്. അതാണ് ഇനി പറയുന്നത്. പറയട്ടെ. മീനും മന്തിക്കും പത്തിത്താവും അതുപോലെ ജമ്മുൻ ജവാമി നിങ്ങൾ ഓതി പഠിച്ച കിതാബുകളൊക്കെ ഓതി പഠിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണത്. ആ മനുഷ്യനെ ആ ഒരു രൂപത്തിൽ നിങ്ങൾ ഒന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും. കാര്യം ഞാനും താങ്കളും രണ്ട് ധ്രുവങ്ങളാണ്. നിങ്ങൾ രണ്ടുപേരും കിതാബ് ഓതി പഠിച്ച ആളുകളാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ബഹുമാനം കൊടുക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ്. മൻസൂറെ, അവിടെ മൻസൂർ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. മൻസൂർ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് മൻസൂർ സമ്മതിച്ചു. പക്ഷേ ഇനി പറയാൻ പോണത് മൻസൂർ മദർസയത്തെ മാത്രമല്ല, മതപഠനം മാത്രമല്ല, സ്കൂൾ പഠനവും ഇല്ല എന്നാണ് മൻസൂർ ഈ വീഡിയോയിലൂടെ മൻസൂർ തെളിയിക്കുന്നുണ്ട്. അത് മറ്റൊരു വിഷയം. അതിനു മുമ്പ് ഇപ്പോൾ മൻസൂർ എന്നോട് ഉണർത്തിയൊരു കാര്യം അതിനെക്കുറിച്ച് പറയാനുള്ളത്, അറിവ് നൽകിയവരോടും അറിവ് നൽകിയ വസ്തുക്കളോടും അതിന് ഉപകരണങ്ങളോടും ബഹുമാനിക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യനും ചെയ്യേണ്ട ഒരു കാര്യമല്ലേ. എന്നാൽ നൗഷാദ് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ്. നൗഷാദ് പഠിച്ച കിതാബുകൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. ഇബ്ലീസ് എത്രത്തോളം പഠിച്ചിട്ടുണ്ട്. ഇബ്ലീസ് പഠിച്ച് മലക്കുകൾക്ക് ക്ലാസ് എടുത്തു കൊടുത്തിട്ടുണ്ട്. അവനെയല്ലേ ഇപ്പോൾ നിങ്ങളടക്കം ഞാനടക്കം നിങ്ങളുമായിട്ട് കാണുന്നത്. അപ്പോൾ ആ ഇബ്ലീസ് വലിയ പണ്ഡിതനായിരുന്നു. അവൻ വലിയ ഇൽമു പഠിച്ച മലക്കുകളെക്കാൾ വലിയ പണ്ഡിതനായിരുന്നു. അവനെയല്ലേ ഇപ്പോൾ ഇവൻ നീ ലഅനത്തുല്ലാഹി അലൈഹി എന്നൊക്കെ വിളിക്കുന്നത്. അതിൽ ബഹുമാനക്കേടുണ്ടോ മൻസൂറെ? പിന്നെ പുറത്താക്കുന്നതിന് മുമ്പ് അവിടെ തന്നെ ആയിരുന്നല്ലോ. നിങ്ങൾക്ക് വേണ്ടിയാണല്ലോ പ്രവർത്തിച്ചിരുന്നത്. നിങ്ങളുടെയൊക്കെ ഒപ്പം നിന്നുകൊണ്ട് നിങ്ങൾക്കൊക്കെ വേണ്ടി അന്ത്യോളം വെള്ളം കോരിയിട്ട് അന്തിക്ക് കലമുടക്കുന്ന ആ വർത്താനം അതൊരു സുഖം തോന്നിയില്ല. എന്തായാലും നിങ്ങൾ പറയും. ഏതായാലും നിങ്ങൾ നൗഷാദിന്റെ പിന്നാലെയല്ലേ. അപ്പം ഇതൊക്കെ ഒന്ന് മൻസൂർ അവരോട് ചോദിച്ചു നോക്കേണ്ടത്. ഇത്രയും വലിയ ഘോരഘോരമായി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി സംസാരിച്ചിട്ട് എന്തിനാണ് അയാൾ ഇങ്ങനെ മാറ്റിപ്പറയേണ്ടി വന്നത്? ഇതുവരെ സംസാരിച്ചതൊക്കെ, ഞാൻ ഇതുവരെ പറഞ്ഞതൊക്കെ, 2013 വരെ പറഞ്ഞതൊക്കെ ഞാൻ തിരുത്തിയിരിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത് എന്തിനാണ് ഇങ്ങനെ അവസാനം വെച്ച് അദ്ദേഹം കലമുടച്ചത് എന്ന് അദ്ദേഹത്തോട് തന്നെ നിങ്ങൾ ചോദിച്ചു നോക്കും മൻസൂറെ. കാന്തപുര ഉസ്താദിന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ഇനി എത്ര വലിയ തെമ്മാടിയാണെങ്കിലും അത് മൻസൂറിന് വലിയ ഹരമാണ്. എന്തൊരു മനുഷ്യനാണ് മൻസൂറെ. അതാണ് ഇപ്പൊ മൻസൂറിനെ കുറ്റം. നൗഷാദ് ഹസനിയെ പച്ചക്ക് തെമ്മാടി എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. എവിടെ വിളിച്ചു മൻസൂറെ? കളവ് പറയരുത് മൻസൂറെ. ഞാൻ അതിൽ വിളിച്ചിട്ടുണ്ടോ മൻസൂറെ? നൗഷാദിനെ ഞാൻ തെമ്മാടി എന്ന് വിളിച്ചത് നിങ്ങൾ കേട്ടോ മൻസൂറെ? കേട്ടിട്ട് മൻസൂറിന് അങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ മൻസൂർ ആ ആ മുടി ചിലപ്പോൾ ചെവിൻ്റെ ഉള്ളിൽ പോയിട്ട് ആ ഡ്രമ്മിന് വല്ല പ്രശ്നം വന്നിട്ടുണ്ടാവും. ഡോക്ടറെ കാണിക്കുന്നത് നന്നായിരിക്കും. മൻസൂർ ആ മുടിയൊക്കെ ഒന്ന് വെട്ടി ചെവിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കേൾക്ക്. അപ്പോൾ ഞാനതിൽ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കേൾക്കും. പച്ച കളവ് പറയരുത്. നൗഷാദിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തെമ്മാടി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ എന്ത് മനുഷ്യനാ മൻസൂറെ. ഈ നൗഷാദ് ഹസന് നിങ്ങൾക്കൊക്കെ വേണ്ടി പണിയെടുത്തതിന്റെ പകുതി താങ്കളെ കൊണ്ട് ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരിക്കലും ഉണ്ടാവില്ല. കാരണം ഞാൻ എൻ്റെ ഉസ്താദുമാർ ഒരിക്കലും എതിര് പറയുകയില്ല. എൻ്റെ ഉസ്താദുമാർ പറഞ്ഞതിനോട് ഒരു അണുമണി തൂക്കം പോലും ഞാൻ പിറകോട്ട് പോകൂല. അതുകൊണ്ട് നൗഷാദിനെ പോലെ ഒരിക്കലും ഇൻഷാ അല്ലാഹ് ഞാൻ ആവുകയില്ല. അള്ളാഹു ആന മെലിഞ്ഞാൽ തൊഴുത്തിൽ കിട്ടാറില്ല എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. അത് എനിക്കറിയില്ല. ആനയെ എവിടെ കെട്ടാറുണ്ടെന്ന് പാപ്പാന്മാർക്കല്ലേ അറിയുള്ളൂ. ഓക്കെ, എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതൊക്കെ പാടൊന്നും ഇപ്പോ
മുനീർ മുസ്ലിയാർക്ക് അറിയില്ല എന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ളത്. പിന്നെ മൻസൂറിന് സന്തോഷം കിട്ടുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. അത് എ പി ഉസ്താദിനെ കുറിച്ച് കുറ്റം പറയുന്നത് മാത്രമല്ല, അത് പൊന്മുള ഉസ്താദിനെ കുറിച്ചും ഷെയ്ഖുന റൈസുൽ ഉലമയെ കുറിച്ചും അതുപോലെ തന്നെ മറ്റു ഉസ്താദുമാരെ കുറിച്ചും ഒക്കെ പറയുന്നത് മൻസൂറിന് സന്തോഷമുള്ള തന്നെ ആയിരിക്കാം. ഇനി എനിക്കറിയാത്ത പല ഉസ്താദുമാരെ കുറിച്ച് പറയുന്നതും ഇല്ലാത്തതൊക്കെ നിങ്ങൾക്ക് സന്തോഷമുള്ളതാണോ അല്ലേ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. മൻസൂർ തന്നെ അത് എനിക്കറിയില്ല. മൻസൂറിന് മാത്രം അറിയുന്ന ഒരു അറിവാണത്. ഓക്കെ, എനിക്ക് മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ട് പിന്നീട് അല്ലല്ല, ഞാൻ അങ്ങനൊന്നും തുടങ്ങിയിട്ടില്ല. മൻസൂറിന് മറുപടി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വീഡിയോ ഞാൻ തുടങ്ങിയിട്ടില്ല. അത് മൻസൂർ നോണ പറയരുത്. മൻസൂറെ, നൗഷാദിനായി മറുപടി, നൗഷാദിന് കുറെ മറുപടി പറയുന്നുണ്ട്. അത് നിങ്ങളുടെ കൂട്ടുകാരനല്ലേ, അപ്പൊ അത് പറയാതിരിക്കാൻ പറ്റുമോ? ഇവിടെ പറയുവാനുള്ളത് മറ്റൊരു കാര്യമാണ് മുനീർ മുസ്ലിയാരെ. എനിക്ക് നിങ്ങളൊരു മറുപടി പറഞ്ഞു, AP അബൂബക്കർ മുസ്ലിയാരുടെ ഷർട്ട് സംബന്ധം. അത് ഞാനതിനെ കുറിച്ച് നിങ്ങളോട് പറയാനിരിക്കുകയാണ് മൻസൂറെ. ഞാൻ എത്ര ചോദ്യങ്ങൾ അതിൽ ചോദിച്ചിട്ടുണ്ട്, ഒരെണ്ണത്തിന് നിങ്ങൾ ഉത്തരം നൽകിയിട്ടുണ്ടോ? നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന് വളരെ വ്യക്തമായിട്ട് ഞാനതിന് ഉത്തരം നൽകിയിട്ടുണ്ട്. മൻസൂറിന്റെ കൂട്ടാളികൾക്കും അലർജിയായ മന്തിക്കും മാനിയൊന്നും അല്ല പറഞ്ഞ്, കറക്റ്റായി ഖുർആൻ വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദീസ് അതിൽ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. മൻസൂർ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും അക്കമിട്ട് തന്നെ അതിൽ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും കേൾക്കാതെയാണോ മൻസൂർ വന്നിട്ടുള്ളത്? അത് മൻസൂറെ, ഞാൻ അതിന്റെ ലിങ്കും അടിയിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആയിക്കൊണ്ട് ഇടുന്ന ഷർട്ട് ദിവസവും ദാനം ചെയ്യാണ്, അതിനു വേണ്ടിയിട്ട് അടിക്കാൻ ഒരാളെ നിർത്തിയിരിക്കുകയാണെന്നൊക്കെ ആ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. മൻസൂർ അതിനൊന്നും മറുപടി തന്നിട്ടില്ല കേട്ടോ. ഒരു ബാക്കവി പറഞ്ഞപ്പോ, അലിബാക്കവി, അതിന് നിങ്ങളൊരു മറുപടി പറഞ്ഞിരുന്നു. അതിന് കുറിക്ക് കൊള്ളുന്ന വിധത്തിൽ ഞാനൊരു മറുപടി തന്നു. പക്ഷെ നിങ്ങളത് തൊട്ടിട്ടില്ല. നിങ്ങള് കുറിക്ക് കൊണ്ടിട്ടില്ല മൻസൂറെ, അത് എവിടെയും തൊട്ടിട്ടില്ല. അത് നനഞ്ഞ പടക്കമായിരുന്നു. അതിനുള്ള മറുപടിയൊക്കെ മുൻപേ തന്നു പോയിട്ടുണ്ട്. മൻസൂറിന് മനസ്സിലാവാത്തതാ. നിങ്ങൾക്ക് കുറച്ച് വ്യൂവേഴ്സ് കൂടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയുന്നതാണെങ്കിൽ ഞാൻ എന്തായാലും കുറച്ച് വ്യൂവേഴ്സ് ആക്കി തരാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല മൻസൂറെ. ഞാൻ മൻസൂറിനെ പോലെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആളല്ല. എനിക്ക് മാന്യമായ ജോലിയൊക്കെ ഉണ്ട്. ഞാൻ ഇതുവരെ യൂട്യൂബിൽ നിന്ന് വരുമാനം സ്വീകരിച്ചിട്ടുമില്ല. ഇവിടെ മൻസൂറിന്റെ ചെയ്യുന്ന ഈ കളവുകളും എല്ലാം നടത്തുന്നത് മൻസൂർ ഒരുപക്ഷെ വ്യൂവേഴ്സ് ഉണ്ടാക്കാനും യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗമായിരിക്കാം. അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഇവിടെ വ്യൂവേഴ്സ് ഉണ്ടായാലും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായാലും ഇല്ലെങ്കിലും ഒന്നും എനിക്കതൊരു പ്രശ്നമേ അല്ല. മൻസൂർ അത് മനസ്സിലാക്കണം. അത് ഒരു കച്ചവടം തന്നെ ആയിരുന്നു എന്നാ പറഞ്ഞത്. ഞാൻ എന്റെ വീഡിയോയിൽ കാണിച്ചത് നൗഷാദ് ഹസനി പറയുന്ന കാര്യങ്ങളായിരുന്നു. ആ കാര്യങ്ങൾ എന്താ ഈ മൻസൂർ പറയാൻ പോകുന്നത്? മൻസൂറെ, ഞാൻ പറഞ്ഞല്ലോ, മൻസൂറിന് മതപഠനം മാത്രമല്ല, നേരാവണ്ണം സ്കൂളിലേക്ക് മൻസൂർ പോയിട്ടില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രത്തോളം കഴിഞ്ഞ വീഡിയോയിൽ തന്നെ മൻസൂർ പറഞ്ഞല്ലോ, ഷർട്ട് എന്ന് പറഞ്ഞ പദം ഉപയോഗിച്ചതിന് മൻസൂർ എന്തോ പറഞ്ഞല്ലോ. മനുഷ്യന്മാർ സാധാരണ ഉപയോഗിക്കുന്ന പദങ്ങൾ പോലും മൻസൂറിന് അറിയില്ല. മൻസൂറിൻ്റെ പഠിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവരോടൊന്ന് ചോദിച്ചു നോക്കണം. മൻസൂർ ഇനി പറയാൻ പോകുന്ന വിഡ്ഢിത്തരം എന്താണെന്ന് പറഞ്ഞാൽ, ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന യൂസുഫ് അലിയും അതുപോലെ തന്നെ അംബാനിയെ പോലെയുള്ള വലിയ വലിയ കച്ചവടക്കാർ അവർ ഈ മാളുകളൊക്കെ എടുത്തുകൊണ്ട് നടത്തുമ്പോഴാണ് അത് ബിസിനസ് ആവുക. സാധാരണക്കാർ, സാധുക്കളായ ആളുകൾ അവർ വല്ല ബിരിയാണിയോ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും ബിസിനസ്സല്ല. അതല്ലെങ്കിൽ വല്ല പെട്ടിക്കട നടത്തുന്ന അതൊന്നും ബിസിനസ്സല്ല. മറിച്ച് വലിയ വലിയ ഷോപ്പിംഗ് മാളുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലൂടെ കച്ചവടം നടത്തുമ്പോഴേ മൻസൂറൊക്കെ ബിസിനസ് എന്ന് പറയുള്ളൂ. മൻസൂറിന് വല്ല 10ാം ക്ലാസ്സിലോ പ്ലസ് 1 പ്ലസ് 2 ഒക്കെ പഠിക്കുന്ന, അതിൽ സ്കൂളിൽ നേരാവണ്ണം പോകുന്ന മക്കളുണ്ടെങ്കിൽ അവരോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കിയെങ്കിലും മൻസൂർ ഒന്ന് ചെയ്യണം. ഈ സഫാഹത്ത് എന്തിനാണ് മൻസൂറെ ഇങ്ങനെ എല്ലാ പൊതുജനങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് വിഡ്ഢിത്തരം വിളമ്പുന്നത്? ബിസിനസ്സിൻ്റെ അർത്ഥം ഞാനിതാ നിങ്ങൾക്ക് വിട്ടുതരാം. ഡിക്ഷണറി എങ്കിലും ഒന്ന് മറിച്ചു നോക്കുക. ബിസിനസ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന്. അത് ഫ്ലാറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ അർത്ഥത്തിൽ? അതല്ലെങ്കിൽ വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ട് കച്ചവടം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? എന്താ മൻസൂറെ ഈ പറയുന്നത്? മൻസൂറെ, ഈ പറയുന്ന ലുലു മാളാകട്ടെ ഏത് മാളുകളാകട്ടെ അതിലൊക്കെ ഒരു വസ്തു കൊടുക്കുകയാണ്. ആ ഒരു വസ്തു ഒരു വിലയിട്ട് ഒരു ആൾ കൊടുക്കുമ്പോൾ അത് മറ്റൊരാൾ സ്വീകരിക്കാനും ആ വില കൊടുക്കാനും ഉണ്ടെങ്കിൽ അത് കച്ചവടം തന്നെ പറയാം. ഇത് വലിയ വലിയ മാളുകൾ ഉണ്ടാക്കിയാലും അതിന് കച്ചവടം തന്നെ പറയാം, അല്ലെങ്കിൽ ബിസിനസ് തന്നെ പറയാം. അതിന് സാധാരണക്കാർ ഒരു പെണ്ണ് ആദ്യമായിട്ട് ഒരാൾ കച്ചവടം ചെയ്യുക, ഇതിനും ബിസിനസ് എന്ന് തന്നെ പറയാം. മൻസൂറെ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. മൻസൂറെ, എന്താ മൻസൂറെ ഇതൊക്കെ? ആ സഫാഹത്താണ് ഇനി മൻസൂർ പറഞ്ഞു വരുന്നത്. അത് കേൾക്കാം. മനസ്സിലായില്ലേ? ഇവിടെ അദാനിയോ അംബാനിയോ യൂസഫ് അലിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള കോർപ്പറേറ്റ് ഭീമന്മാരായ ആരെങ്കിലും എന്തെങ്കിലും ബിസിനസ് നടത്തിയാൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. മൂപ്പര സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ബിസിനസ് സ്ഥാപനങ്ങൾ മർക്കസും നോളജ് സിറ്റി ഒന്നല്ല ചോദിച്ചത്. ഈ മാളുകളായിട്ട് അല്ലെങ്കിൽ റിലയൻസിന്റെ പോലെ ജിയോ പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ
അതാണത്? അതല്ലത്. മൻസൂറിൻ്റെ വീഡിയോ കാണുന്നതും അതിന് സപ്പോർട്ട് ചെയ്യുന്നതും എത്രമാത്രം അവരുടെ ബുദ്ധിയുടെ വളർച്ചയുണ്ട് എന്നുള്ളത് ഇത് ഈ പറയുന്ന സഫാഹത്തിനെ അംഗീകരിക്കുന്ന ഇതിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട്. എന്താണ് അദ്ദേഹം കച്ചവടം എന്ന് സമ്മതിച്ചത് എന്ന് നമുക്ക് കേൾക്കാം. കച്ചവടം എന്ന് സമ്മതിച്ചത് ബിസിനസ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥമാണ് കച്ചവടം. കച്ചവടം എന്നുള്ളത് തൊഴിൽ എന്നൊക്കെ അതിന് അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥമാണ് അവിടെ സമ്മതിച്ചിട്ടുള്ളൂ, സമർത്ഥിച്ചിട്ടുള്ളൂ. അത് ആർക്കും മനസ്സിലാക്കാവുന്നതുമാണ്. അതിലൊരു മാറ്റവും ഇല്ല.